തിരുവനന്തപുരം ആക്കുളം ബൈപ്പാസിൽ വാഹനമിടിച്ചു പരിക്കേറ്റ കാട്ടുപന്നിയെ തിരിഞ്ഞു നോക്കാതെ വനംവകുപ്പ്. കാട്ടുപന്നി ഇപ്പോഴും അവശനിലയിൽ വഴിയരികിൽ കിടക്കുകയാണ്. നാട്ടുകാർ വനംവകുപ്പിൽ അറിയിച്ചിട്ടും ഇതുവരെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഇത് ഈ തിരുവനന്തപുരം ആക്കുളം ബൈപ്പാസിൽ ഈ വാഹനം ഇടിച്ചിട്ട ഈ കാട്ടുപന്നി അത് എത്ര ദിവസമായി? എന്താണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വരാത്തത്? അവർ വിവരം അറിഞ്ഞിട്ടും ഒരു നിഷ്ക്രിയരായിരിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ആക്കുളവും അതേപോലെ കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഈ ആക്കുളം ബൈപ്പാസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ന് പുലർച്ചെ ഈ കാട്ടുപന്നി അവശനിലയിൽ കിടക്കുന്നത് കണ്ടത്. വാഹനം ഇടിച്ചിട്ടതാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. പുലർച്ചെ തന്നെ നാട്ടുകാർ ഈ വിവരം വനം വകുപ്പിനെ അറിയിച്ചു. എന്നാൽ ഏതാണ്ട് സമയം ഉച്ചയോടെടുക്കുന്നു. ഇതുവരെയും വനം വകുപ്പ് അധികൃതർ ഇതിനകത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ അടക്കം പരാതി എന്നുള്ളതാണ്. അതിൽ മാത്രമല്ല ഇതിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് കാലോ കയ്യോ ഒടിഞ്ഞ സാഹചര്യത്തിലാണ് അതുള്ളത്. കൂടാതെ അതിന് അനങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏതായാലും മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞതോടുകൂടി അല്പസമയം മുൻപ് ഈ റോഡരികിൽ നിന്ന് നാട്ടുകാർ ചേർന്ന് ഈ കാട്ടുപന്നിയെ കുറച്ച് അകത്തേക്ക് ഒരു പുരയിടത്തിന്റെ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വഴിയിൽ കൂടി പോകുന്നവരൊക്കെ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡിലായിരുന്നിട്ട് കൂടി വനം വകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാട്ടുപന്നി ഇപ്പോൾ മാറ്റിക്കിടത്തിയിട്ടുള്ളത്. ഇവിടേക്ക് എങ്ങനെ കാട്ടുപന്നി എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അറിയില്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പേട്ടയിലൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പേട്ടയിലൊക്കെ കാട്ടുപന്നി കൂട്ടത്തോടെ ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആക്കുളം ബൈപ്പാസിലാണ് വാഹനമിടിച്ചു പരിക്കേറ്റ കാട്ടുപന്നിയെ തിരിഞ്ഞ് നോക്കാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. വിവരം അറിയിച്ചിട്ടും ഒരു നടപടിയും ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. അതിന് വിവരങ്ങളാണ് ഷഫീദ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.